പ്രിയപ്പെട്ടവരെ, ഡിസംബറായി, ക്രിസ്മസായി. നമ്മളിവിടെ വന്നിരിക്കുന്നത് ക്രിസ്മസിന് എങ്ങനെയാണ് December 25 എന്നുള്ള ഡേറ്റ് വന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷേ നമ്മുടെ ഞാനൊരു കത്തോലിക്കനാണ്. നമ്മുടെ ഇതര സഭയിലുള്ള ചില ക്രൈസ്തവ സുഹൃത്തുക്കളാരും തന്നെ ക്രിസ്മസ് ആഘോഷിക്കാത്തവരുണ്ട്. പല ഡേറ്റ് ആഘോഷിക്കുന്നവരുണ്ട്. ഇപ്പം ഓർത്തഡോക്സ് ചർച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലയിടത്ത് ഈസ്റ്റേൺ ചർച്ചിലൊക്കെ നമുക്ക് ജാനുവരി 7 ക്രിസ്മസ് ആഘോഷിക്കുന്നവരുണ്ട്. അങ്ങനെ പല ഡേറ്റുണ്ട്. ഓക്കെ, പക്ഷേ ഇതല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഒന്നാമതായിട്ട് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ബേസിക്കലി December 25 എന്നുള്ള ഡേറ്റ് എങ്ങനെയാണ് ചർച്ച് അറൈവ് ചെയ്ത് വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. അതൊന്നാമത്. രണ്ടാമത്, ഞാൻ ഈ അടുത്ത് നമ്മുടെ അപ്പോളജറ്റിക്സ് മീഡിയയിലെ രാഹുൽ ബ്രദറുമായിട്ടൊന്ന് സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ശരിക്കും. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണു ബ്രദറെ, നമുക്ക് ഈ December 25 എന്നുള്ള ഡേറ്റ് ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. ഈ ക്രിസ്മസിൻ്റെ ഡേറ്റ് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ പല കഥകളും അടിച്ചിറക്കി നമ്മുടെ നിരീശ്വരവാദികളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡേറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഇതെങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയുന്നത് യേശുവിനെ ഒരു പാഗൻ ദൈവത്തിനോട് കൂടെ സാമ്യപ്പെടുത്തി ഈശോ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കിടന്ന് തത്രപ്പാടെല്ലാം പെടുന്നത്. പക്ഷേ ആക്ച്വലി ഹിസ്റ്റോറിക്കലി ഇന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് യേശു ചരിത്രത്തിലുണ്ട് എന്നുള്ളത്. അതൊരു ഉദാഹരണം നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ രവിചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടറിയാം. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ യേശു ചരിത്രത്തിലെന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് എനിക്കൊണ്ട് അദ്ദേഹം ചരിത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായി യേശു ചരിത്രത്തിലുണ്ടെന്നുള്ളത്. അപ്പോൾ ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസ് ഈസ് ദെയർ. അപ്പോൾ ഈ മിത്തിസ്റ്റുകളാണ് ശരിക്കും പറഞ്ഞ് ഇങ്ങനൊരു കഥ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. പാഗനിസത്തിൽ നിന്നാണ് ക്രിസ്മസ് ഡേറ്റ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ ക്രിസ്തുവിൻ്റെ ഡേറ്റ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഡേറ്റ് തെറ്റോ എന്തൊക്കെ ആകട്ടെ, പക്ഷേ ക്രിസ്തു ചരിത്രത്തിലുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എല്ലാ അക്കാഡമിക് ഹിസ്റ്റോറിയൻസും സ്കോളേഴ്സും അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യമാണ് ഈശോ ചരിത്രത്തിൽ ഉണ്ട് എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. എന്നാലും ആസ് എ ക്രിസ്ത്യൻ December 25 എങ്ങനെ വന്നു എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് ഒരു ട്രഡീഷനും അല്ലെങ്കിൽ അതിന് ചില ലോജിക്കും ഒക്കെ വെച്ചിട്ടായിരിക്കും പണ്ട് ഇതിലോട്ട് അറൈവ് ചെയ്ത് വന്നത്. എന്തായാലും വിശുദ്ധ ബൈബിളിൽ, നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ, നമ്മുടെ വേദപുസ്തകത്തിൽ ഈ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഷുവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് കൃത്യതയോടെ എത്തുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്, നമ്പർ 1. രണ്ടാമത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് എത്രമാത്രം കലണ്ടേഴ്സ് ഉണ്ട്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന കലണ്ടറിൻ്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ്. നമുക്കറിയാം അന്ന് ഈ ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കിയതുപോലും കത്തോലിക്ക സഭയിലെ പോപ്പ് ഗ്രിഗറിയുടെ പേരിലാണ്, അല്ലേ? ഗ്രിഗറിയുടെ പേരിലാണ് ആ കലണ്ടർ പോലും ഉണ്ടായത്. അപ്പോൾ ആ കലണ്ടർ ഉണ്ടാക്കിയതിൻ്റെ റീസൺ ഇതാണ്. എനിക്കൊന്ന് ഈസ്റ്റർ കൃത്യമായിട്ട് ആഘോഷിക്കാൻ, കറക്റ്റ് ടൈമിൽ പാസ് ഓവർ വന്നിട്ട് അതിൽ ഈസ്റ്റർ കൃത്യമായിട്ട് ആഘോഷിക്കാനാണ് ഈ കലണ്ടർ ഉണ്ടാക്കിയത്. ആധുനിക ശാസ്ത്രജ്ഞന്മാരും മാത്തമാറ്റീഷ്യൻസും പറയുന്നത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രിഗോറിയൻ കലണ്ടർ പോലത്തെ ഒരു കലണ്ടർ ഇവരെങ്ങനെയാണ് ഈ 15ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്. അത് ഒരിക്കലും കാണുമ്പോൾ അത്രയ്ക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഇനിയുള്ള 2000-3000 വർഷത്തേക്ക് ഈ കലണ്ടർ മതി. പെർഫെക്റ്റാണ് അതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ. ലീപ്പ് ഇയർ കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ അതിനകത്ത് കവേർഡാണ്. വേറെയും കലണ്ടേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈജിപ്ഷ്യൻ കലണ്ടർ ഉണ്ടായിരുന്നു, ജൂലിയൻ കലണ്ടർ ഉണ്ടായിരുന്നു, ലൂണാർ കലണ്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കലണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം 1-ാം നൂറ്റാണ്ട് BC അല്ലെങ്കിൽ AD തുടക്കത്തിൽ തന്നെ പലതരത്തിലെ കലണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് ഡ്രോബാക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി ഇന്നതാണ് ഡേറ്റ് എന്ന് ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. പക്ഷേ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ബൈബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഓൺലി എ സ്പിരിച്വൽ ബുക്ക്, അല്ലേ? അത് നമുക്കറിയാം. വിശുദ്ധ ബൈബിൾ ഒരു പ്രൊഫറ്റിക് ബുക്കാണത്. അതിനകത്ത് പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. നമ്മളെപ്പോഴും വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ തിബേരിയസ് സീസറിൻ്റെ സമയത്ത്, അല്ലെ, ഇത്രാമത്തെ കാലവർഷം ഹെറോദ് ഭരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തെ വളരെ പിടിച്ചുകൊണ്ട്, വളരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഹിസ്റ്റോറിസിറ്റി ബൈബിളിൻ്റെ പുറത്തുള്ളത്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഇത്രയുമൊക്കെ പറയാൻ കാരണം, ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കാം, എനിക്കറിയത്തില്ല എത്ര പോകുന്നുള്ളത്. പക്ഷേ എന്നാലും ഞാനിത് പറയാൻ കാരണം, ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാൻ കാരണം ഇതാണ്. 25 എന്നുള്ള ഡേറ്റിലേക്ക് അറൈവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ലോജിക്കലിയാണ് എത്തിയത് എന്നുള്ളതാണ്.
അറ്റ് ദ സെയിം ടൈം ഈ മിത്തിസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പോഴത്തെ കുറച്ച് നിരീശ്വരവാദികൾ കേരളത്തിലെ ഇടയ്ക്കൊരു വീഡിയോ ഞാനിങ്ങനെ കണ്ടായിരുന്നു. ഇങ്ങനെ സൂര്യദേവനെ മാറ്റിയിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് യേശുവിനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിന് പകരം യേശു ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഇറക്കിയതൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ ആക്ച്വലി റോങ്. ഓക്കെ, അതൊക്കെ തെറ്റാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഡേറ്റിലേക്ക് എത്തിയെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കേൾക്കാം. ആദ്യം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. ഈ ജീസസ് ബർത്ത് ഈസ് നോട്ട് ഫസ്റ്റ് ക്രിസ്മസ്. ഓക്കെ, ജീസസ് ബർത്ത് ഈസ് നോട്ട് ദ ഫസ്റ്റ് ക്രിസ്മസ്. ക്രിസ്മസ് മീൻസ് ക്രൈസ്റ്റ് ബിക്കം മാസ്. അതായത് ലോക രക്ഷാകര ചരിത്രത്തിൽ ദൈവം മാംസമായി മാറിയതാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ. അതായത് യേശുവിൻ്റെ നേറ്റിവിറ്റി, ഓക്കെ, യേശുവിൻ്റെ ജനനം, തിരുജനനത്തെ ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ്. ദൈവം മാംസമായിട്ട് മാറി, ഹി ബിക്കം മാൻ. ഇതാണ് ക്രിസ്മസ്. അതുകൊണ്ടൊരു കൃത്യം ഡേറ്റ് എന്നുള്ളതിനെക്കാട്ടി അപ്പുറം മനുഷ്യ ചരിത്രത്തിലെ നിർണായകമായ ഒരു മൂലക്കല്ലായിട്ട് ദൈവം മനുഷ്യനായി പിറന്നു എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ആ ഓർമ്മകൾ ആഘോഷിക്കുന്നതാണ് നമ്മുടെ ക്രിസ്മസ്. ഇതൊന്ന് പറഞ്ഞിട്ട് ബാക്കി മുന്നോട്ട് പോകാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവുമല്ലോ. നമ്മൾ ചരിത്രം പരിശോധിച്ചാലേ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ. ചരിത്രം പരിശോധിച്ചാൽ ദർ ഇസ് നോ യുനാനിമസ് ട്രഡീഷൻ ഈസ് ആക്ച്വലി ഗിവിങ് ദ എക്സാക്ട് ഡേറ്റ് ഓഫ് ക്രിസ്മസ്. മനസ്സിലായോ? അതായത് ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏർലി ക്രിസ്ത്യൻസ് മുതൽ നമുക്ക് കൃത്യതയോടുകൂടി ഒരു യുനാനിമസ് ആയിട്ടൊരു ട്രഡീഷൻ നമുക്ക് തന്നിട്ടില്ല. അതായത് ഇന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നമുക്ക് ട്രഡീഷൻ കൃത്യതയോടുകൂടില്ല. പക്ഷേ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഈ ഡേറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള കീ. ഓക്കെ, നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഒരുപാട് രീതിയിൽ നമുക്ക് പോകാം. ആദ്യം ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുന്നത് ഇവിടെയാണ്. അതായത് ക്ലെമൻ്റ് ഓഫ് അലക്സാണ്ട്രിയ. ഇദ്ദേഹം AD 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ക്ലെമൻ്റ് ഓഫ് അലക്സാണ്ട്രിയ AD 150-215 ജീവിച്ചിരുന്നതാണ്. ഇദ്ദേഹം ആണ് ഈ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ വ്യക്തിത്വങ്ങളിൽ ഒരാൾ. ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നൊരു കലണ്ടർ, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന കലണ്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു ഈജിപ്ഷ്യൻ കലണ്ടറായിരുന്നു. ഈജിപ്ഷ്യൻ കലണ്ടറിന് കുറേ പ്രോബ്ലം ഉണ്ട്. എന്തൊക്കെയാണ്? ലീപ്പ് ഇയർ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല അതിനകത്ത്, അഗ്രികൾച്ചറൽ അതുപോലെ റിലീജിയസ് ഫെസ്റ്റിവൽ തമ്മിലുള്ള കോർഡിനേഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു കലണ്ടറായിരുന്നു ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ക്ലെമൻ്റ് ഓഫ് അലക്സാണ്ട്രിയ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥലത്തും തന്നെ December 25 ആണ് ക്രിസ്തുവിൻ്റെ ജനനം എന്ന് ഇദ്ദേഹം റേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്ന മറ്റൊരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പറയുന്ന അന്നുണ്ടായിരുന്ന ആൾക്കാർ പറയുന്ന ഒരു ഡേറ്റ് ഇതിൽ പറയുന്നത് പോലെ ഇങ്ങനെ: എ ഗ്രൂപ്പ് ഓഫ് ഹെററ്റിക്സ് സെലിബ്രേറ്റഡ് ജീസസ് ബാപ്റ്റിസം ഓൺ Jan 6. Okay, some speculate that these heretics may have believed Jesus was also born on Jan 6. ജനുവരി 6-ാം തീയതിയാണ് ഈശോ ജനിച്ചിരുന്നതെന്ന് 1-ാം കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ ക്ലെമൻ്റ് ഓഫ് അലക്സാണ്ട്രിയ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു കേട്ടതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തെ ഒരിക്കൽ കൂടെ ഒന്ന് എന്താ പറയുക, സ്ട്രോങ് ആക്കുന്ന അല്ലെങ്കിൽ അസേർട്ട് ചെയ്യുന്ന 2 ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സും ചരിത്രത്തിലുണ്ട്. അതിലൊന്ന് എഗേറിയ എന്ന പിൽഗ്രിം. ആക്ച്വലി അദ്ദേഹം ആ എഗേറിയ ജെറുസലേമിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് AD 300 അന്ന് ഈ നേറ്റിവിറ്റി ഈ ഡേറ്റിൽ ആഘോഷിച്ചിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഫിഫാണസ് ബിഷപ്പ് ഓഫ് സൈപ്രസ് അദ്ദേഹവും ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ലേറ്റ് 300s AD 300 അദ്ദേഹം പറഞ്ഞത് ഈ ഡേറ്റിൽ ജീസസിൻ്റെ നേറ്റിവിറ്റി ആഘോഷിച്ചതായിട്ട്. അപ്പോൾ നോക്കിയേ, ഇന്നും അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച് ഈ ഡേറ്റിലാണ് ജീസസിൻ്റെ ബർത്ത് ആക്ച്വലി ആഘോഷിക്കുന്നത്. ഇതൊരു ട്രഡീഷനാണ്. ആദ്യത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ട്രഡീഷൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ കാലഘട്ടത്തിൽ കലണ്ടർ എന്ന് പറഞ്ഞ നമ്മൾ ഇന്ന് കാണുന്ന പോലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കലണ്ടർ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് ഇറ്റ് കുഡ് ആക്ച്വലി ചേഞ്ച്. ഇതായിരുന്നു നമ്മൾ ആദ്യം ഹിസ്റ്റോറിക്കലി കാണുന്ന ഒരു ഡോക്യുമെൻ്റ്. ഇനി അങ്ങനെ ഇരിക്കെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആക്ച്വലി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജനുവരി 7-ാം തീയതിയാണ്. പക്ഷേ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്. അതായത് ഇവരുപയോഗിച്ചിരുന്ന കലണ്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ജൂലിയൻ കലണ്ടറായിരുന്നു. അറിയാം, ഈ ജൂലിയൻ കലണ്ടർ ഏതാണ്ട് 46 BC മുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന, കാരണം റോമൻ എംപയർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റോമൻ കലണ്ടറായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവരുപയോഗിച്ചിരുന്ന ജൂലിയൻ കാലണ്ടറിൽ ഡിസംബർ 25, ആ ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ ആ ഡിസംബർ 25 അവർ ക്രിസ്മസ് ആഘോഷിച്ചത്. പക്ഷേ അത് ജൂലിയൻ കാലണ്ടറിൽ ഡിസംബർ 25 ആണ്. അത് നമ്മുടെ ഗ്രിഗോറിയൻ കാലണ്ടറായിട്ട് നോക്കുമ്പോൾ അത് ആക്ച്വലി ജനുവരി 7 ആണ്, ഈ എഴുതിയിരിക്കുന്നത് പോലെ. മനസ്സിലായി? അപ്പോൾ ഇന്നും നമുക്കറിയാം ജനുവരി 7 ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ക്രിസ്മസ് ആഘോഷിക്കുന്നതായിട്ട്. നമ്മൾ ഡിസംബറിൽ ആഘോഷിക്കുമ്പോൾ അവർ ജനുവരി 7 പക്ഷേ അത് ഡേറ്റ് ഈസ് സംതിങ് സിഗ്നിഫിക്കൻറ്റ് വിച്ച് ഇസ് ഡിസംബർ 25. പക്ഷേ അത് ഏത് കാലണ്ടറിലാണ്? അത് ജൂലിയൻ കാലണ്ടറിലാണ്. നിങ്ങൾക്കത് ക്ലിയർ ആയല്ലോ. ഇനി കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മുന്നിൽ വീണ്ടും വരുന്ന ചോദ്യം, എങ്ങനെയാണ് ഡിസംബർ 25 ആയതല്ലേ? ദാറ്റ്സ് ആക്ച്വലി ഗുഡ് ക്വസ്റ്റ്യൻ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം വിശുദ്ധ ബൈബിളിൽ നിന്ന് ഇത് നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല സ്കോളേഴ്സും. പണ്ടത്തെ കാലഘട്ടം മുതൽ പല സ്കോളേഴ്സും ഈ ഡേറ്റ് നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൂക്കായുടെ സുവിശേഷം. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം ഒരു ഹിസ്റ്റോറിക്കലി തന്നെ അതിനകത്ത് കുറച്ച് എന്താ പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് ജീവിച്ചിരുന്ന വ്യക്തിത്വങ്ങളുടെ പേരൊക്കെ അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈം ലൈൻ, സെൻസസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ചരിത്രപരമായിട്ട്. അപ്പോൾ ഈ ലൂക്കയുടെ നരേറ്റീവിൽ നിന്ന് ഈ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമം ആദ്യകാലത്തെ സ്കോളേഴ്സ് നടത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഷെപ്പേർഡ്സ് ഇൻ ദ ഫീൽഡ്. ഈ രാത്രി ഷെപ്പേർഡ്സ് ശരിക്കും ഫീൽഡിലുണ്ടായിരുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം 2:8 ഈ പറഞ്ഞതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ആട്ടിടയന്മാർ രാത്രി അല്ലേ, അപ്പം മാലാക വൃന്ദം വന്നു എന്നുള്ളതും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഷെപ്പേർഡ്സ് രാത്രി കാലത്തുണ്ടായിരുന്നു, ഒരു ടൈം പറയുന്നുണ്ട്, ഒരു സാഹചര്യം. ഓക്കെ, അപ്പോൾ ഈ ജൂയിഷ് റിസോഴ്സസ്, ആദ്യകാലത്തിലുണ്ടെന്ന കുറച്ച് ജൂയിഷ് റിസോഴ്സസിൽ ഈ ഒരു പീരീഡിന് അവർ കോട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ നവംബർ പീരീഡിലേക്കാണ്. പക്ഷേ പ്രോബ്ലം അതൊരു വിൻ്റർ പീരീഡ് അല്ല, ഒരു സമ്മർ പീരീഡാണ്. പക്ഷേ ഇതിനൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2-3 ജൂയിഷ് റിസോഴ്സസിൽ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ചരിത്ര ആധികാരികത എത്രത്തോളം ഉണ്ടെന്നുള്ള ചോദ്യമാണ്. അതായത് ഹിസ്റ്റോറിക്കൽ റിലയബിലിറ്റി ഈസ് എ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ ഒരു നരേറ്റീവ് നമ്മൾ കാണുന്നത് മിഷ്ന എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമുണ്ട്, മിഷ്ന. അതായത് 2ാമത്തെ നൂറ്റാണ്ടിൽ 2nd സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന മിഷ്ന. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ യഹൂദ പാരമ്പര്യം, യഹൂദ കൾച്ചറൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പാസ് ഓവർ, അതായത് പെസഹ കുഞ്ഞാട് അല്ലെ, അതിന് ഗ്രേസ് ചെയ്തുകൊണ്ടിരുന്ന ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഭയങ്കര കോൾഡാണ്, കോൾഡസ്റ്റ് മന്തായിരുന്നു ഈ ഫെബ്രുവരി. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ കോൾഡസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് വാം വിൻ്റർ ആസ് വെൽ അല്ലേ, വാം വിൻ്ററും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇങ്ങനെ നരേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശരിക്കും ആക്ച്വലി ബുദ്ധിമുട്ടാണ്. ആ ഡേറ്റ് നരേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ലെറ്റ് ഇറ്റ് ബി ദെയർ. രണ്ടാമത്തെ നരേറ്റീവ് എന്താണ്? രണ്ടാമത്തെ നരേറ്റീവ് നമ്മൾ കേൾക്കുന്ന സാധാരണ നമ്മൾ പള്ളികളിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്, ചില പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ബർത്ത്, അതായത് സ്നാപയോഹാൻ്റെ ജനനത്തെ നിന്ന് ഈശോയുടെ ജനനത്തിലേക്കുള്ള വഴി എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ ഒരു ലോജിക്കൽ രീതിയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ഒരു തിയറം വച്ചത് ജോൺ ക്രിസ്റ്റോസമാണ്. AD 386 അദ്ദേഹത്തിൻ്റെ ഹോമിലി കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഗബ്രിയേൽ ദൈവദൂതൻ സക്കറിയായ്ക്ക് അപ്പിയർ ചെയ്തത് ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, ഫീസ് ഡേ ഓഫ് അറ്റോൺമെൻറ്റിനാണ് ഈ ഗബ്രിയേൽ ദൂതൻ അപ്പിയർ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പോൾ ഈ അനോണിക്കേഷൻ സക്കറിയായ്ക്ക് നടന്നല്ലോ, നമ്പർ 1. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് ആ ഡേ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ 6 മന്തിന് ശേഷം എന്ന് പറയുമ്പോൾ മാർച്ചിലാണ് ശരിക്കും, മാർച്ചിലാണ് ശരിക്കും ജീസസിനെ ഹോളി മേരി കൺസീവ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഡിസംബറിലാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വരാനുള്ള പോസിബിലിറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താണെന്നറിയാമോ? അതായത് ഈ ഡേ ഓഫ് അറ്റോൺമെൻറ്റിൽ ശരിക്കും ഹൈ പ്രീസ്റ്റാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ സക്കറിയ ഹൈ പ്രീസ്റ്റ് അല്ല ആക്ച്വലി. അപ്പം അദ്ദേഹം ഇത് പറയാനുള്ള കാരണം ഈ പണ്ടത്തെ ഒരു പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് എന്നുള്ളൊരു ലേഖനമുണ്ട്, അതിൽ നിന്ന് AD 100 അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ സക്കറിയ ഒരു ഹൈ പ്രീസ്റ്റ് അല്ല. അപ്പോൾ അറ്റോൺമെൻറ്റിൽ അദ്ദേഹമല്ല ശരിക്കും അവിടെ അന്ന് ധൂപാർച്ചന നടത്തിയത് നമുക്ക് ചിന്തിക്കേണ്ടി വരും, നമ്പർ 1. രണ്ടാമത് ലൂക്ക ഒരിക്കലും ഈ ഡേ ഓഫ് അറ്റോൺമെൻ്റ് ആണ് എന്ന്
വിശുദ്ധ ബൈബിളിൽ പറയുന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഡേയും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു ഫ്ലോ നമുക്ക് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു ക്ലിയർ ഡേറ്റ് നമുക്ക് തരുന്നില്ല. കറക്റ്റ്. ഇനി വേറൊരു കാര്യം പറയുന്നത്, ഈ സക്കറിയ അബിയായുടെ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ അബിയായുടെ പ്രീസ്ലി ഓർഡർ വച്ചിട്ട് AD 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹെൻറിച്ച് ഫ്രെഡിലിബ് എന്ന് പറഞ്ഞ ഒരു സ്കോളറും ഹിസ്റ്റോറിയനും പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ബാബിലോണിയൻ ബാബിലോണിയൻ തൽമൂദ് നമ്മൾ നേരത്തെ മിഷ്ന കണ്ടതുപോലെ തന്നെ യഹൂദ പാരമ്പര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചരിത്ര പുസ്തകമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ അബിയ ഗോത്രത്തിൽ വരുന്ന ആൾക്കാർ സെപ്റ്റംബറിലാണ് ഇത് ചെയ്യുന്നത്, സീസൺ സെപ്റ്റംബറിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ അവിടെയും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാണെന്നറിയാം, ഈ ബാബിലോണിയൻ തൽമൂദിൽ ഈ ഡേറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നാലും അതിനകത്തൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഓരോ വർഷത്തെയും, അതായത് ഓരോ വർഷവും നടക്കുന്ന ടെമ്പിൾ റിച്വൽസോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ജെറുസലേം ദേവാലയത്തിലെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ബാബിലോണിയൻ തൽമൂദില്ല. സോ അതുകൊണ്ട് ആ ഒരു ഡേറ്റ കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്ലിയർ? കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഏൻഷ്യൻ ജ്യൂസിന് വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഏൻഷ്യൻ ജ്യൂസിന് ഇൻ്റർകലേഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇവർ ഉപയോഗിച്ചുകൊണ്ടുന്ന ലൂണാർ കലണ്ടറാണ്. ഈ ലൂണാർ കലണ്ടറിന് 354 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന 365 കലണ്ടർ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ റീകൺസൈൽ ചെയ്യാൻ അവർ കിടന്ന് പാടുപെടും. അവർ ഈ മാസം ആഡ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഈ റബാനിക് 2-ാം നൂറ്റാണ്ടിലുള്ള റബ്ബിമാരൊക്കെ ചെയ്തതായിട്ടൊക്കെ നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ദറ്റ് നമ്പർ ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെയും ഒരു അക്യുറേറ്റ് ഇതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഐ മീൻ ഈ ഒരു നരേറ്റീവിനെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി മൂന്നാമതായിട്ട്, അപ്പോൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ചോദ്യം എന്താണ്? പിന്നെ എങ്ങനെയാണ് ഡിസംബർ 25 എന്ന ഡേറ്റ് ഈ ക്രിസ്ത്യാനികൾ തിരഞ്ഞെടുത്തത് എന്നൊരു ചോദ്യം ഓഫ് കോഴ്സ് വരും. അപ്പോൾ സ്കോളേഴ്സ് ഇതിന് രണ്ട് അപ്രോച്ചസാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തെ അപ്രോച്ച് ഹിസ്റ്ററി ഓഫ് റിലീജിയൻ തിയറി എന്ന് പറഞ്ഞൊരു തിയറിയുണ്ട്. ഹിസ്റ്ററി ഓഫ് റിലീജിയൻ തിയറി. ഈ തിയറി പറയുന്നത്, അതായത് ഡിസംബർ 25 ചൂസൺ ടു കൗണ്ടർ ദ പാഗൻ ഹോളിഡേ. മനസ്സിലായോ? അത് പാഗൻ ആരാധനാ ദിവസത്തിന് പകരം വയ്ക്കാൻ ക്രൈസ്തവർ കണ്ടുപിടിച്ച ഒരു ഡേറ്റാണ് ഡിസംബർ 25 എന്ന് പറയുന്ന ഒരു തിയറമുണ്ട്. ഇത് ശരിക്കും മിത്തിസിസ്റ്റുകൾ കൊണ്ടുവന്നതാണ്, മിത്തുവാദികൾ കൊണ്ടുവന്നതാണ് ഈ ഒരു സാധനം. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അത് ശരിക്കും പച്ചക്കള്ളമാണ്. രണ്ടാമത്തെ ഒരു തിയറി, ഇത് കാൽക്കുലേഷൻ തിയറി. ഇത് ഈ കോംപ്ലക്സ് കാൽക്കുലേഷനിൽ കൂടെ ബൈബിള്, ദെൻ സ്പിരിച്വൽ ആംഗിൾ, ദെൻ ഹിസ്റ്ററി ഓഫ് ജൂയിഷ് ബുക്സ്, അതെല്ലാം കൂടെ വച്ചിട്ട് ഇവരൊരു ഡേറ്റിലോട്ട് അറൈവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ട് പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ, രണ്ട് രീതിയിലാണ് 25 വന്നതെന്നുള്ളതാണ് സ്കോളേഴ്സ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് റിലീജിയൻ തിയറി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്രിസ്മസും പാഗനിസവും. ക്രിസ്മസ് ആസ് എ റീപ്ലേസ് ഓഫ് പാഗനിസം, പാഗൻ ഫെസ്റ്റിവലിൻ്റെ റീപ്ലേസ് ആണ് ക്രിസ്മസ് എന്ന് അവകാശപ്പെടുന്ന ഒരു വാദമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മിത്തിസ്റ്റുകളുടെ വാദമാണ്. കാരണം അവർ യേശുവിനെ അങ്ങനെ ഒരു മിത്തായിട്ട് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ദൈവമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്നുള്ള രീതിയിൽ ഈശോ ഒരിക്കലും കാണാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഇവർ പറഞ്ഞ പോലെ മിത്രാസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് പോകാമല്ലോ. അതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ അത് നമുക്കറിയാം, ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസ് വളരെ സ്ട്രോങ് ആർഗ്യുമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകത്തില്ല. എങ്കിലും സിൻസ് വി ആർ എക്സ്പ്ലെയിനിങ്, ലെറ്റ് us go through that in detail. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങനെയാണെന്നിരിക്കട്ടെ, ജസ്റ്റിൻ മാർട്ടിർ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശക്തനായ അപ്പോളജിസ്റ്റാണ്. ഈ ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞ ഒരു സാധനമുണ്ട്, ഈ പാഗനിസം എന്ന് പറഞ്ഞാൽ പോലും സീഡ് ഓഫ് ട്രൂത്ത് അതിനകത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പാഗൻ റൈറ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെ ഒരു സത്യത്തിൻ്റെ വിത്തുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുറച്ചും കൂടെ ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ ജോൺ ഹെൻറി ന്യൂമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം വളരെ വലിയൊരു തിയോളജിയനാണ്, സ്കോളറാണ്, 1800-കളിലുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഈ ചർച്ച് പാഗനിസത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളെയും സാങ്ക്ടിഫൈ ചെയ്യുന്നു. ഉദാഹരണത്തിന് നമുക്കറിയാം വെഡ്ഡിങ് റിങ്, ഇതൊരു പാഗൻ ആചാരത്തിൻ്റെ ഭാഗമായിട്ട്, ഇങ്ങനെ ഗ്രീക്ക് ആണെന്ന് തോന്നുന്നു, ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നൊരു സംഭവം. നമ്മുടെ കേരള ചർച്ച് എടുത്താൽ പോലും പലപ്പോഴും പലതും നമ്മൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇതൊന്നും എടുത്തത് കൊണ്ടല്ല പ്രശ്നം, ഇതെടുത്താലും പ്രോബ്ലം ഒന്നുമില്ല, കാരണം ഇറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ദ ട്രൂ ഗോഡ്. ബട്ട് നമ്മുടെ സബ്ജക്റ്റ് അതല്ല, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. എങ്കിലും ഇതൊക്കെ പറഞ്ഞ തിയറിയാണ്. പക്ഷേ ഇവരുടെ തിയറി, ഇവർ വാദിച്ച വാദം എന്തായാലും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം.
ഇവരുടെ വാദം, ഹിസ്റ്ററി ഓഫ് റിലീജിയൻ്റെ വാദം 2 കാര്യങ്ങളുടെ മണ്ടയിലായിരുന്നേ. 2 ഡീറ്റെയിൽസാണ് ഇവർ പറഞ്ഞത്. ഒന്നാമത്തത് ഒരു റോമൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് സാറ്റർനേലിയ എന്നാണ് പേര്. സാറ്റർനേലിയ, അതായത് സാറ്റേണിനെ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന ഒരു ഫെസ്റ്റിവൽ ഈ റോമൻസിനുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് ഡിസംബർ 25 എന്നായിരുന്നു ഈ മിത്തുവാദികളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്, മിത്തിസ്റ്റുകളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ചരിത്ര പഠനം, സ്കോളേഴ്സ് ഈ പഠിച്ച് കൊണ്ടുവന്ന് ഡീറ്റെയിൽഡായിട്ട് ഇത് പഠിച്ചു കൊണ്ട് വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായത് ഇതിൻ്റെ സ്ക്രൈബ്സ് അല്ലെങ്കിൽ ഇത് എഴുതിയ സാധനങ്ങൾ അവൈലബിൾ ആണ്, ഡോക്യുമെൻറ്റ്സും ബുക്സും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലായത് ആ ഡേറ്റ് ശരിക്കും ഡിസംബർ 25 അല്ല, ഇറ്റ് വാസ് ആക്ച്വലി ബിറ്റ്വീൻ ഡിസംബർ 17 ടു ഡിസംബർ 23. അപ്പോൾ ഒരിക്കലും ആ ഡേറ്റിലല്ല ഇവർ ഇത് ഈ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു എന്നുള്ളത് ഇന്നത്തെ ചരിത്രകാരന്മാർക്കറിയാം. അപ്പോൾ ഇതിന് കാരണം 18th സെഞ്ച്വറി ജീവിച്ചിരുന്ന കുറച്ച് ജർമ്മൻ മിത്തിസ്റ്റുകളാണ്. എനിക്കോട് ബ്രൂണോ ബെയർ എന്നൊക്കെ പറഞ്ഞുള്ള ആൾക്കാരാണ് ശരിക്കും ഈ കഥകളൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഇവർ പറഞ്ഞൊരു തിയറി ഇതാണ്. റോമൻ എംപറർ ഓറീലിയൻ എന്ന് പറഞ്ഞൊരു റോമൻ എംപറർ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പാഗൻ ആരാധനയായിരുന്നു സണ്ണിന്, സോൾ ഇൻവിക്ടസ് എന്ന് പറയും. സോൾ ഇൻവിക്ടസ് എന്ന് പറഞ്ഞാൽ അൺകോൺകേർഡ് സൺ, ഇവർ ആരാധിച്ചിരുന്നു. ഫെസ്റ്റിവലായിട്ട് AD 274 ആരാധിച്ചിരുന്നു. ആ കൾച്ചറിനെ റീപ്ലേസ് ചെയ്താണ് ക്രിസ്ത്യാനിറ്റി വന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. എന്നറിയാമോ? അതായത് ഈ സോൾ ഇൻവിക്ടസ് ആരാധിച്ചിരുന്നു എന്ന് പറയുന്ന ഡോക്യുമെൻ്റ്, ക്ലിയർ ഡോക്യുമെൻ്റ് അവൈലബിൾ ആയിരിക്കുന്നത് AD 336 ഡിസംബർ 25 പറയുന്ന ഇത് വന്നിരിക്കുന്നത് AD 336. ക്രോണോഗ്രാഫ് എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് ശരിക്കും ഇത് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ആ പുസ്തകം തന്നെ എഴുതിയിരിക്കുന്നത് AD 336. അതുകൊണ്ട് തന്നെ അതിനൊരു ചരിത്രപരമായ ഒരു ക്രെഡിബിലിറ്റി പ്രോബ്ലം ഉണ്ട് അവിടെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇതേ ക്രോണോഗ്രാഫിൽ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഡിസംബർ 25 ഈ സെലിബ്രേറ്റഡ് ആസ് ക്രിസ്മസ് എന്ന് കൃത്യമായിട്ട് ഇതേ ക്രോണോഗ്രാഫ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഡിസംബർ 25 ക്രൈസ്റ്റ് ഈസ് ബോൺ ഇൻ ബെത്ലഹേം ഓഫ് ജുദിയ എന്ന് പറഞ്ഞ് ഇതേ പുസ്തകത്തിൽ ക്രോണോഗ്രാഫിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ദറ്റ് ഡേറ്റ് ഈസ് നോട്ട് മേ ബി കറക്റ്റ്. നമുക്കറിയത്തില്ല അത് ഏത് കലണ്ടറാണ് ഉപയോഗിച്ചത്. പക്ഷേ ക്രോണോഗ്രാഫിൽ ഇത് ജൂലിയൻ കലണ്ടർ ആയിരിക്കാം, ലെറ്റ്സ് സേ ആ ഡേറ്റ് ആണെന്ന് അവരും പറയുന്നുണ്ട്. അപ്പം നോക്കിയേ, അപ്പോൾ പിന്നെ ഇതെങ്ങനെ റീപ്ലേസ്മെൻ്റ് ആവുന്നത്? റീപ്ലേസ്മെൻ്റ് അല്ല. അപ്പം ഈ കഥ മാനിപ്പുലേറ്റ് ചെയ്ത് 1800-കളിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ സോൾ ഇൻവിക്ടസ് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന നിരീശ്വരവാദി ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ഒരു മെനഞ്ഞെടുത്ത ഒരു ഇമാജിനേറ്റീവ് സ്റ്റോറിയാണ്. അല്ലാതെ അതിനൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സപ്പോർട്ടും അതിന് ഇല്ല. ഇനി നമ്മൾ നോക്കേണ്ട കാൽക്കുലേഷൻ തിയറി. നമ്മൾ നേരത്തെ കേട്ടു റിലീജിയൻ തിയറി കേട്ടു അല്ലേ? അടുത്തത് കാൽക്കുലേഷൻ തിയറി. എന്താണ് കാൽക്കുലേഷൻ തിയറി? കാൽക്കുലേഷൻ തിയറിയിൽ 2 പാർട്ടുണ്ട്. ഒന്ന്, ജൂയിഷ് ട്രഡീഷൻ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ജൂയിഷ് ട്രഡീഷനിൽ ഇവർ പ്രത്യേകിച്ച് ബാബിലോണിയൻ തൽമുദ് പോലത്തെ പുസ്തകങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ ഗ്രേറ്റ് പ്രോഫറ്റ്സ്, ഇപ്പോൾ മോസസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ എബ്രഹാം അല്ലെങ്കിൽ ജേക്കബ്, ഇങ്ങനെയുള്ളവരൊക്കെ ജനിച്ച ഡേറ്റ് തന്നെയാണ് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സെയിം ഡേറ്റിൽ തന്നെ, പിന്നെ ഏതോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതേ ഡേറ്റിലാണ് അവർ മരിച്ചത്. ഡേറ്റ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു പ്രോഫറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞ് അതിന് കുറച്ച് അധികം എക്സ്പ്ലനേഷൻസ് ഉണ്ട് ജൂയിഷ് ട്രഡീഷൻ പ്രകാരം എന്നിവർ പറയുന്നുണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല, നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതാണ് ഒരു ജൂയിഷ് ട്രഡീഷൻ്റെ പാർട്ടായിട്ടുള്ള ഒരു തിയറം. അതവിടെ നിൽക്കട്ടെ. ഏർലി ക്രിസ്ത്യൻ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ഒരു സംഭവം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈശോയെ ക്രൂസിഫൈ ചെയ്ത പാസ് ഓവറിലാണ് അല്ലേ, പെസഹ സമയത്താണ്. പെസഹ അത് കൃത്യമായിട്ട് വിശുദ്ധ ബൈബിള് മത്തായി 26, മാർക്ക് 14, ലൂക്ക് 22, ജോൺ 13 വ്യക്തമായിട്ട് ഇതിനെ പരാമർശിക്കുന്നുണ്ട്. സെയിം ഡേറ്റ്, സെയിം ടൈം, പാസ് ഓവർ ടൈം അല്ലേ. ഇതെപ്പോഴും നടക്കുന്നത് ഡ്യൂറിങ് ദ സ്പ്രിങ് ആണ്. അതും ക്ലിയർ ആയിട്ട് നമുക്കറിയാം, ഹിസ്റ്ററിയും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമ്മൾ കാണുന്നത് ലോ ഓഫ് മോസസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാസ് ഓവർ മസ്റ്റ് ഒക്കർ ഓൺ ദ 15th ഡേ ഓഫ് ദ ജൂയിഷ് മന്ത് ഓഫ് നിസാൻ. മനസ്സിലായി? നിസാൻ മാസത്തിൻ്റെ 15ാമത്തെ ദിവസമാണ് പാസ് ഓവർ ആഘോഷിക്കേണ്ടത്. പാസ് ഓവർ ആഘോഷിക്കേണ്ടതെന്ന് ആര് പറയുന്നുണ്ട്? മോസസിൻ്റെ ലോ പറയുന്നുണ്ട്. എവിടെയാണത് പറയുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകം 12:6, എക്സോഡസ് 12:6 കൃത്യമായിട്ടത് പറയുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം നോക്കിയേ. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്. ദിസ് ഓൾസോ മെൻ ദാറ്റ് ദ ഫീസ്റ്റ് ഹാഡ് ടു കോയിൻസൈഡ് വിത്ത്
ഫുൾ മൂൺ ഉള്ള സമയത്തായിരിക്കണം. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് പാസ് ഓവറിൻ്റെ ഡേറ്റ് നമ്മൾ പാസ് ഓവറിൻ്റെ സമയത്ത് വേണമെന്നുണ്ട്. പാസ് ഓവർ എന്ന് നടക്കണമെന്ന് മോശയുടെ ലോ ഓഫ് മോസസിനകത്ത് കൃത്യമായിട്ട് എക്സോഡസിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഫുൾ മൂൺ ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, അത് കണക്റ്റഡായി. ഇനി നോക്കിയാൽ, ഇനി രണ്ടാമതായിട്ട് ജീസസ് ഡൈഡ് ഓൺ ദ ഡേ ബിഫോർ ദ സാബത്ത്. നമുക്കറിയാം ഏതൊക്കെയാണ്. മാർക്ക് 15, ലൂക്ക 23, ജോൺ 19 ഇതൊക്കെ കൃത്യമായിട്ട് ഗോസ്പൽസിൽ പറയുന്നുണ്ട്. ഈശോ മരിച്ചത് ഫ്രൈഡേ ആണ് അല്ലേ, അത് സാബത്തിന് മുമ്പത്തെ ദിവസമാണെന്ന്. അപ്പോൾ ആ ഒരു നമ്പർ നമുക്കുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഈശോയുടെ മിനിസ്ട്രി തുടങ്ങിയത് എപ്പോഴാണെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ജീസസ് മിനിസ്ട്രി ബിഗാൻ ഡ്യൂറിങ് ദ 15th ഇയർ ഓഫ് സീസർ തെബേരിയസിൻ്റെ ഭരണവർഷം എന്ന് പറഞ്ഞിട്ട് 15th ഇയർ ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിലും ഏതെങ്കിലും അടുത്തുള്ള വർഷങ്ങളിലാണല്ലോ, ഫോൾ വിതിൻ ഫ്യൂ ഇയേഴ്സ് ഓഫ് ഈശോയുടെ മരണം അതിനുശേഷമുള്ള അതിന് ശേഷമുള്ള വർഷങ്ങളിലാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ ബേസ്ഡ് ഓൺ ഓൾ ദിസ് ഇൻഫർമേഷൻ, പിന്നെ കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻസ് എലോങ് വിത്ത് എന്താ പറയുക സൈക്കിൾസ് ഓഫ് മൂൺ എന്ന് പറയുമ്പോൾ മൂൺ പല പല സൈക്കിൾ കടന്നു വരുന്ന ഇതൊക്കെ ക്ലിയറാണ്. ഇതിൽ നിന്ന് അവരൊരു പ്രിസൈസ് ഡേറ്റ് ഓഫ് ക്രൈസ്റ്റ് പാഷൻ, ഈശോയുടെ പീഡാസഹനത്തിൻ്റെ കൃത്യമായൊരു ഡേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ സംശയം വേണ്ട, കൃത്യതയോടെ തന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഒരു ജൂയിഷ് ട്രഡീഷനിൽ പറയുന്ന ഗ്രേറ്റ് പ്രോഫറ്റ്സ് ഒക്കെ ജനിച്ച ഏതാണ്ട് ആ ഡേറ്റിൽ തന്നെയാണ്. അപ്പോൾ ഈ ഡേറ്റ് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, പാഷൻ എപ്പോഴാണെന്നുള്ളത്. അതെപ്പോഴാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ, ഈ കാൽക്കുലേഷൻ തിയറി ആദ്യം പറഞ്ഞത് സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ട്രാവലറാണ്. ഇദ്ദേഹം ഹിസ്റ്റോറിയനാണ്, 1-2 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ചരിത്രകാരനാണ്. അതായത് ഈശോയുടെ കുരിശുമരണം ഉയർപ്പിൻ്റെയും സമയത്ത് നോക്കി 1-2 നൂറ്റാണ്ട് ആ സമയത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ക്രോണോഗ്രാഫിയ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ക്രോണോഗ്രാഫിയ റിട്ടൺ ബൈ ആഫ്രിക്കാനസ് അല്ലെ, ജൂലിയസ് ആഫ്രിക്കാനസ്. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇത് കൺസെപ്ഷൻ വാസ് ഓൺ March 25. എന്തുകൊണ്ടാണ് അദ്ദേഹം അക്ലെയിം ചെയ്യുന്നത്? March 25 ആണ് അദ്ദേഹം അക്ലെയിം ചെയ്യുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ട മിത്തുവാദങ്ങളൊക്കെ തെറ്റാണെന്ന് ഇവിടെ തന്നെ ഇത് പൊളിയും. കാരണം അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഡേറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് 9 months വരുമ്പോൾ ആഫ്രിക്കാൻസ് പറയുകയാണ് ഡിസംബർ 25 ആയിരിക്കണം ആ ഡേറ്റ് എന്ന്. ആഫ്രിക്കാൻസിൻ്റെ ലെറ്റേഴ്സിൽ ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിപ്പോളിറ്റസ് ഓഫ് റോം, ഓക്കെ, 170കളിൽ ഏതാണ്ട് ആ കാലഘട്ടത്തിനടുത്ത് തന്നെ ജീവിച്ചിരുന്ന 1-2 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്, ക്രിസ്ത്യലായിട്ട് അദ്ദേഹമാണെന്നതിൻ്റെ ഓതറെന്ന് ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ ആ നൂറ്റാണ്ടിലെ പുസ്തകങ്ങളുണ്ട്, റെഫറൻസസ് ഉണ്ട്. അദ്ദേഹമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ല. ദ കാനോണും ദ ക്രോണിക്കോണും എന്ന് പറഞ്ഞ 2 പുസ്തകങ്ങളുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ കാൽക്കുലേഷൻ ഇവിടെ നടത്തുന്നുണ്ട് ബേസ്ഡ് ഓൺ മൂൺസ്. ഓക്കെ, ലൂണാർ ടേബിൾസും ഒക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പറയുന്ന ഒരു ഡേറ്റ് ഇങ്ങനെയാണ്, AD 222 ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇൻസ്ക്രൈബ്ഡ് ഓൺ എ സ്റ്റാച്യു ഓഫ് റോം, ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് റോമിൽ ഇപ്പോഴും ഹിസ്റ്റോറിക്കലി അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ചരിത്രത്തിൽ കിട്ടിയ ബിറ്റ്സ് ആൻഡ് പീസസ് ആണ്, ഈ ഒരു ഡേറ്റിൻ്റെ റെഫറൻസും അല്ലെങ്കിൽ ഇവർ അറൈവ് ചെയ്ത് വന്ന പാറ്റേൺസും ഒക്കെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഈ കാനോൺ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ജീസസ് ഡൈഡ് ഓൺ March 25. നമ്മൾ നേരത്തെ കണ്ട കാൽക്കുലേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർ പറയാണ് ഡൈഡ് ഓൺ March 25 ഓഫ് ഇയർ 29. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തവർ പറയുന്നുണ്ട്. തെർത്തുല്യൻ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലേ, സഭയ്ക്കകത്തുള്ള ഒരു സ്കോളറാണ്. ഈ തെർത്തുല്യൻ പറയുന്നുണ്ട് 2nd century റൈറ്ററും കൂടെയാണ്. അദ്ദേഹവും ഈ ഡേറ്റിനെ അഫേം ചെയ്യുന്നുണ്ട്, അതായത് ഇതാണ് ഡേറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹിപ്പോളിറ്റസ് ഓഫ് റോമിൻ്റെ ഒരു കമൻട്രി ഉണ്ട്. ആ കമൻട്രിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതേ ഡേറ്റ് തന്നെ December 25 ആണ്. അപ്പോൾ ഇതൊക്കെ ആദിമ നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങനെ കോംപ്ലക്സ് അറൈവ്, അപ്പോൾ ഇങ്ങനെ അറൈവ് ചെയ്ത് വന്ന ഡേറ്റാണ്. ജൂയിഷ് ട്രഡീഷനും ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വന്ന ഡേറ്റാണ്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനൊരു സ്പിരിച്വൽ ആംഗിളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മാത്രമല്ല, ഇതിലൊരു സ്പിരിച്വൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഈ ഡേറ്റ് വന്നതിനെക്കുറിച്ച് ഒന്ന് പറയുകയാണ്. ഇതിനൊരു സ്പിരിച്വൽ വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എന്താണത്? അതായത് ഈ March 25 ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്വിനോക്സ് ആണ്, സ്പ്രിംഗ് ഇക്വിനോക്സ് ആണ് ആക്ച്വലി സംഭവിക്കുന്നത്. എക്സാക്ട് ഡേയും എക്സാക്ട് നൈറ്റും, അതായത് ഒരേ ഈക്വൽ ലെങ്ത് ഓഫ് ഡേയും ഈക്വൽ ലെങ്ത് ഓഫ് നൈറ്റും വരുന്ന പീരീഡിനാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ March 25 മാർക്ക്ഡ് ആസ് ആൻ സ്പ്രിംഗ് ഇക്വിനോക്സ്.
ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ തന്നെ വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ഡേ ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന, അതായത് പ്രകാശം കൂടുതൽ വന്നു തുടങ്ങുന്ന ഡേറ്റ് ഡിസംബർ 25 ആണ്. ഏർലി ക്രിസ്ത്യൻസിൻ്റെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ബിബ്ലിക്കലി ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഫസ്റ്റത്തെ നമ്മൾ കണ്ടില്ലേ, ഈക്വൽ ഡേ നൈറ്റ് സ്പ്രിംഗ് ഇക്വനോക്സ് വന്നു, അത് മാർച്ച് 25 ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത ജെനിസിസിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഗോഡ് സെപ്പറേറ്റ് ഡേ ഫ്രം ദ നൈറ്റ്. ഓക്കെ, അത് ക്രിസ്റ്റൽ ഈക്വലി ഡിവൈഡ് ചെയ്തു എന്നുള്ളത് പെർഫെക്ഷൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നമ്പറിലേക്ക് അവരെത്തുന്നത്. രണ്ടാമത് ഈ വിൻ്റർ സോൾസ്റ്റൈസ് പറയുന്ന ഡിസംബർ 25 ഡേ ലൈറ്റ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങുകയാണ്. നമുക്കറിയാം അവൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നും, അതുപോലെ തന്നെ മലാക്കി 4:2 സൺ ഓഫ് റൈറ്റസ്നെസ്, ഈശോയെ നീതി സൂര്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദിമ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൈസ്തവർ ഈശോ നീതി സൂര്യനായിട്ട് കാണുകയും ഈ ഒരു ഡേറ്റ് ആയിരിക്കണം ഈശോ ജനിച്ചതെന്നും ഒക്കെ അവർ നരേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ കൺഫേം ചെയ്യുന്നത് അഗസ്റ്റിനാണ്. അഗസ്റ്റിൻ്റെ അറിയാം, നമുക്ക് 400 ജീവിച്ചിരുന്നതാണ് അഗസ്റ്റിൻ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം എഴുതിയിട്ട് തന്നെ ഉണ്ട്, ഈസ് ബിലീവ് ടു ഹാവ് ബീൻ കൺസീവ്ഡ് ഓൺ 25 of March ആൻഡ് ഓൾസോ ടു ഹാവ് സഫേർഡ് ഓൺ ദാറ്റ് ഡേ. കണ്ടോ, ആ ജൂയിഷ് ട്രഡീഷനും പിന്നെ പാസ് ഓവറിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാസ് ഓവറിൻ്റെ ഡേറ്റ് അതുകൊണ്ട് കൺസീവ് ചെയ്തത് 25 ആണെന്ന് പറയുവാണ്. കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ ജനനം വന്നിരിക്കുന്നത് ഡിസംബർ 25 ആണെന്ന് അഗസ്റ്റിൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ് ഈ ഡേറ്റിലേക്ക് വരാനുള്ള കാരണം. ഇവിടെ ലിയോ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ നീതി സൂര്യൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴും ആ ഡേറ്റിൽ ഇങ്ങനെ പാഗൻസ് വിഗ്രഹാരം നടത്തി എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്നുള്ള രീതിയിൽ ലിയോ മാർപ്പാപ്പ പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ, ഇനി മിത്വാദികൾ പറഞ്ഞതുപോലെ പാഗൻ ആരാധനകളാണ്, അതിൻ്റെ കോപ്പിയാണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം എന്താണെന്നറിയാമോ, അപ്പോസ്തല പ്രവർത്തനത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ഒരു തിരുവചനമുണ്ട്. ആ വചനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇതിലേക്ക് കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കളെ നിരീക്ഷിച്ചു, അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ളൊരു ബലിപീഠം ഞാൻ കണ്ടു, നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ റോമൻസ് ഈ പറഞ്ഞ പാഗൻ ഗോഡുകളെല്ലാം ഉണ്ട്. സോൾ ഇൻവിക്റ്റസോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് വേണം വിളിച്ചോ, മിത്രാസോ സോൾ ഇൻവിക്റ്റസോ ഹൂ എവർ ഇറ്റ് ഈസ്, അവരെല്ലാം ഉള്ള സമയത്ത് അത് ഇരിക്കുന്ന സമയത്താണ് അൺനോൺ ഗോഡിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ആ അൺനോൺ ഗോഡ് ആൻഡ് ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാനുള്ളത്, അങ്ങനെ കോപ്പി അടിച്ചിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സോൾ ഇൻവിക്റ്റസിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞ റോമാക്കാർക്ക് എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്നത്? അതിൻ്റെ കോപ്പി ആയിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഹിസ്റ്റോറിക്കൽ റിലയബിലിറ്റി പോലും നിങ്ങൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനില്ല. പക്ഷേ ഈ ഡേറ്റ് നമ്മളിപ്പം കേട്ടത് വെച്ചിട്ട് നമ്മൾ കുറേ അറൈവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഡേറ്റ് വന്നത്. എന്തായാലും വിശുദ്ധ ബൈബിളിൽ ഈ ഡേറ്റ് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടില്ല. അത് എഴുതി വച്ചാലും വച്ചില്ലെങ്കിലും യേശു ചരിത്രത്തിലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളുടെ കൂമ്പാരം തന്നെ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിശിഹ ലോകത്തിൽ അവതരിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മാസം, ഡിസംബർ മാസം സഭ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് ഒന്ന് ഒരുങ്ങാം, മിശിഹായി സ്വീകരിക്കാം, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലും ജനിക്കട്ടെ. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അനുദിനം അവൻ പാപത്തിൽ മരിക്കുകയും അനുദിനം ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൽ ജനിക്കുകയും ചെയ്യണം. എല്ലാ ദിവസവും നമുക്ക് ക്രിസ്മസാണ്. എവറി ഡേ ഈസ് ക്രിസ്മസ്. ഓരോ ദിവസവും ക്രിസ്തു മാംസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം. അതാണ് ശരിയായ ഒരു ക്രിസ്ത്യാനി. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇതിനെ ചോദ്യം ചെയ്യുന്ന മറ്റ് നിരീശ്വരവാദികൾക്കുമൊക്കെ മറ്റു മതത്തിലുള്ള ചില ആൾക്കാർ മറ്റു മതം എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ കുറച്ച് പേര് ഏകദേശം 25 എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാം പറയട്ടെ, മിശിഹ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജനിച്ചിട്ടുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു, ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ഹാപ്പി ക്രിസ്മസ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.